Dear friends, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ചെടികൾ വാങ്ങിയിരുന്ന ഒരു വീടാണ്. വീടല്ല, ഇത് നഴ്സറി കൂടിയായിരുന്നു. ഇപ്പോൾ ചെടികളൊക്കെ നോക്കാൻ അവിടെ ആരും ഇല്ലാത്തത് കാരണം ഒരു നഴ്സറി ആയിട്ടല്ല, അവർ ആ ചെടികൾ ഇന്നും കുറച്ചൊക്കെ പരിപാലിച്ചു പോകുന്നു. അവർക്കൊക്കെ പ്രായമായി, പക്ഷെ ഇന്നും അവർ ആ ചെടികളൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചെടികൾ വളർത്താൻ തുടങ്ങിയത് തന്നെ ഈ വീടും ഈ നഴ്സറിയും കണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് വളരെ തുച്ഛമായ വിലക്കുറവിൽ ഞാൻ പണ്ട് കാലത്ത് ചെടികൾ വാങ്ങുമായിരുന്നു. ഇപ്പോൾ ചെടികൾ വിൽപ്പനയ്ക്കില്ല, പക്ഷെ അവർ കുറച്ചൊക്കെ അത് പരിപാലിക്കുന്നുണ്ട്. പ്രായമായെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ ഈ ചെടികളൊക്കെ പരിപാലിക്കുന്നുണ്ട്. ഒത്തിരി അധികം ചെടികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൃഷിയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കഴിയുന്നു. ഓർക്കിഡിൻ്റെയൊക്കെ വലിയൊരു ശേഖരം തന്നെ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അവർ ഈ ചെടികളൊക്കെ വളർത്തി അവർ അവരുടെ സമയം ചിലവഴിക്കുന്നു. അതുപോലെ അവർ ഈ നല്ല പ്രായമായ സമയത്ത് പോലും അവർ ചെടികളൊക്കെ വളർത്തി ആനന്ദം കണ്ടെത്തുന്ന രീതിയാണിത്. ഇപ്പോൾ അഡീനിയമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് അഡീനിയം കാണുന്നത്. വളരെ വലിപ്പമുള്ള അഡീനിയങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 20 വർഷമെങ്കിലും ആകും അവരുടെ വീട്ടിൽ നിന്നും ഞാൻ ചെടികളൊക്കെ വാങ്ങി വെച്ചിട്ട്. അഡീനിയമൊക്കെ ഞാൻ അന്ന് വാങ്ങിയ ഒരു അഡീനിയം ഇപ്പോഴുണ്ട് എൻ്റെ കയ്യിൽ. വളരെ വലിയ ഒരു അഡീനിയമാണ് അതിപ്പോഴും. അപ്പോൾ ഞാൻ വീണ്ടും അവരുടെ അടുത്ത് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ചെടികളോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ എന്നും ഏത് പ്രായത്തിലും നമുക്ക് വളർത്താൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അവരുടെ ജീവിതം. അത്രമാത്രം അവർ ഈ പ്രായത്തിലും ചെടികളെ പരിപാലിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് നിങ്ങളെ സുഹൃത്തുക്കളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നത് വരെ വീണ്ടും നന്ദി, നമസ്കാരം.